ശുക്ലാംബരധരം വിഷ്ണും ശശിവരണം. ശശി വന്നാലേ കാര്യങ്ങൾ നടക്കും. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ആകെ ഉണ്ടായിരുന്ന ഒരു രാശിപ്പലക ഭാര്യയാണെങ്കിൽ തല്ലിപ്പൊട്ടിച്ച് കളയുകയും ചെയ്യും. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ എൻ്റെ ഗതികേടിന് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എന്തൊക്കെയായിരുന്നു വെച്ച് തള്ളിയത്. രാജയോഗം, ധനയോഗം, സന്താന ലബ്ധി. ആ ഒരു കാര്യം മാത്രം സക്സസ് ആയി. കാര്യം പണിയൊന്നുമില്ലാതെ എല്ലാവരും വീട്ടിൽ കുത്തിയിരുന്ന കാരണം സന്താനങ്ങൾ പെറ്റുപോയി. ഗതികേടിന് ആരും കൊണ്ട് കെട്ടിയെടുക്കണമില്ല. ഇപ്പം ഈ കപ്പലണ്ടിയും ഈ ഉണക്ക രാശിപ്പലകയും വെച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എവിടെയെങ്കിലും ഒന്ന് വാടേ. ഇവിടെ ആരുമില്ലേ? ആരുമില്ല, കയറി പോരെ. ദൈവമേ, നമസ്കാരം. നമസ്കാരം. എന്താ ഒരു സമാധാനമില്ല. മനുഷ്യന്റെ സമാധാനങ്ങൾ അതിന്റെ സമാധാനമില്ല. എന്താ എനിക്ക് വേണ്ടത്? എന്താ പ്രശ്നം? അതല്ല, കടം 5000 രൂപ എനിക്ക് കടം താനിയാ. അതല്ല, കയ്യിൽ അടുത്ത ആഴ്ച തരാം. കടം കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. നിൽക്കാൻ വേണ്ടി കുറച്ചു നേരം ഇനി നമുക്ക് ഇവിടെ കല്ലേം കപ്പലിന്റെ ഒക്കെ തന്നിരിക്കാം. ഇതല്ലേ ഞാൻ ഇതുപോലെ ഹിന്ദിക്കാരന്മാരെ ലോൺ എടുത്തിരുന്നു പോയതാ. കട്ടൻ ചായ ഒറ്റ വീക്ക് വെച്ച് തരും. എടാ അത് തീർത്ഥമാണ്. തന്റെ പ്രശ്നം എന്താണെന്നാ പറഞ്ഞേ? കടമാണ് വിഷയം. എത്ര രൂപയുണ്ട്? ഒരു 2 ലക്ഷം രൂപ കടമുണ്ട്. അതല്ല, തന്റെ പോക്കറ്റ് എത്ര രൂപയുണ്ട്? എണ്ണിയൊന്നും നോക്കണ്ട. അത് പോയി. എന്റെ ദക്ഷിണാമൂർത്തി സ്വാമികളെ കത്തോളേ. അപ്പൊ കടമാണ് വിഷയം. എത്ര ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാ പറഞ്ഞേ? ഒരു 2.5 ലക്ഷം രൂപയുടെ കടമുണ്ട്. 2.5 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഈ കടം മാറ്റാൻ നമ്മുടെ കയ്യിൽ ഒരു പരിപാടി ഉണ്ട്. ഒരു പൂജ ചെയ്യണം. പൂജ ഞാനാ? എനിക്കറിയില്ല. ഇവിടെ താൻ ചെയ്യേണ്ട പൂജ ഞാൻ ചെയ്തു തരാം. പക്ഷെ അതിന് കുറച്ച് പൈസ ഇറങ്ങണം. കാശ് എത്ര വേണമെങ്കിലും ചിലവാക്കാം, ഒരു വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 10 ദിവസത്തെ പൂജ പിടിക്കാം. ഒരു ദിവസം ഒരു 50,000 രൂപ വെച്ച് ചിലവാകും. ഒരു ദിവസം 50,000 രൂപ വെച്ചിട്ട് 10 ദിവസം ചെയ്യുമ്പോഴത്തേക്കും തന്നെ കടം തീരും. അപ്പൊ എത്ര രൂപയാവും? എല്ലാം കൂടെ ഒരു 5 ലക്ഷം രൂപ വരും. ഒരു 2.5 ലക്ഷം രൂപ എന്റെ പ്രശ്നങ്ങൾ തീരും. തന്റെ കടം തീരും, പക്ഷെ എന്റെ പ്രശ്നങ്ങളും കടങ്ങളും തീരില്ലല്ലോ. ഉടായിപ്പല്ല, നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ സംയോജിച്ച് അല്ല ഈ തന്ന തിരിച്ചു തരാൻ പാടില്ല. സ്വാമി പറഞ്ഞിരിക്കുന്നത് അല്ലല്ല, തരാൻ പാടില്ല. തീർന്നിട്ടില്ല. നാട്ടുകാരും വിളിച്ച് കുട്ടിയിട്ട് വരുന്നുണ്ട്. ഞാനുണ്ട്. നീ കടൽക്കാരൻ ചാവൂടാ തെണ്ടി. അതില് വരെ കല്ല്. എന്റെ ദൈവമേ, അടുത്ത തല്ലാണോ? നാട്ടുകാരെ കൂട്ടി വന്നതാണോ? ഹലോ, അത് ജോത്സ്യരുണ്ടോന്നാണോ അതോ ജോഷി ഉണ്ടോന്നാണോ ചോദിച്ചേ? അപ്പൊ ജോത്സ്യരുണ്ട് കയറി പോരെ. ദൈവമേ, ഇരുന്നോളുക. ഇരുന്ന് മുള്ളാനല്ല, ഇരുന്നോളുക. ഞങ്ങളുടെ ജോത്സ്യന്മാരുടെ ഒരു ശൈലിയാണേ. ഞാനും വിചാരിച്ചേ അല്ലേ, എന്താ അങ്ങനെ ഒരു സമ്പ്രദായം ഞാനും വിചാരിച്ചേ. അപ്പോ എന്താണ് പ്രശ്നം? മൊത്തം പ്രശ്നമാണ്. അതുകൊണ്ടൊന്ന് പ്രശ്നം വെക്കാന്ന് വിചാരിച്ചു. പറയാൻ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ വീണ്ടും പ്രശ്നം വെക്കുന്നത്? അതല്ല, പ്രശ്നം നോക്കാനേ. പ്രശ്നം നോക്കാൻ വന്നതാണ്. അപ്പഴേ ഈ തലക്കുറി കൊണ്ടുവന്നിട്ടുണ്ടോ? അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അല്ല, ഇപ്പൊ അടുത്ത ഷാപ്പുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ പോയി മേടിച്ചോണ്ടിരാ. തലക്കറി അല്ലടോ, തലക്കുറി. നമ്മുടെ ജാതകം വേണം. ജാതകം ഉണ്ടെങ്കിൽ പ്രശ്നം നോക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കുഴപ്പമില്ല, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം. അല്ല, ഇതൊക്കെ വെച്ചിട്ട് നോക്കാൻ പറ്റും. അതിനാണല്ലോ ഞാൻ ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് തനിക്കെന്താ മനസ്സിലായത്? അക്ഷരാഭ്യാസം അല്ലെന്ന് മനസ്സിലായി. ഇതൊന്നും കറക്റ്റ് ഓർഡറിലല്ല എഴുതി വെച്ചേക്കുന്നത്. താൻ എന്നെ പഠിപ്പിക്കേണ്ട ഇതൊക്കെ ശാസ്ത്രങ്ങളാണ്. ഇത് കൃത്യമായ ഓർഡറിലാണ് എഴുതിയിട്ടേക്കുന്നത്. അല്ലാതെ പാമ്പും മേണിയും കളിക്കാനുള്ളതല്ല. മനസ്സിലായ? ഇതാ ഈ ആന്റെ കടയിൽ അനി. അത് സംഭവം എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതെ, ഈ അനി എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട അയലോക്കത്തുള്ള ഒരുത്തൻ്റെ 500 രൂപ വാങ്ങിച്ചോണ്ട് ഇപ്പൊ തരാമെന്നും പറഞ്ഞോണ്ട് അവന്റെ പേര് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എഴുതിയിട്ടിരിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഇത് എങ്ങനെ അയാൾ എങ്ങനെ കണ്ടുപിടിക്കും? അയാളെ ഞാൻ ഏതെങ്കിലും നല്ലൊരു ജോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾ ആരാണ്? അവിടെ ഞാൻ ഉദ്ദേശിച്ച നല്ല ജോത്സ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. മനസ്സിലായ? നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നോക്കും അത്. അങ്ങനെ. അപ്പോ ഇതൊക്കെ കണ്ടിട്ട് എനിക്കെല്ലാം മനസ്സിലായല്ലോ. കുബൂസല്ല, മയോണൈസ്. അപ്പൊ ഷവായൊക്കെ ഉണ്ടാവും? ഷവായില്ല, ഞാൻ കെൻഡക്കി ചിക്കൻ കൂടെ ഇറക്കി തരാം. അപ്പൊ ഒന്ന് ജങ്ക് ഫുഡ് തന്നെ. എന്റെ പൊന്നെ, ഇത് അതല്ല. ഈ കൂന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കൂന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്ത. അതല്ല, കൂന്ന് പറഞ്ഞാ കുജൻ. കുജൻ എന്താണ് പറയാ? അപ്പം ഈ ഭൂന്ന് പറഞ്ഞാ ഭുജൻ. അപ്പൊ ഈ സൂന്ന് പറഞ്ഞ സുജൻ എന്നാണ്. ഇവിടെ തോൽവി. ഇത് കൂന്ന് പറഞ്ഞാൽ കുജൻ, ഭൂന്ന് പറഞ്ഞാൽ ബുധൻ, സൂന്ന് പറഞ്ഞാൽ സൂര്യൻ. അങ്ങനെയാണ്. ഇതൊക്കെ ഓരോ ഗ്രഹങ്ങളാണ്. ഇവരൊക്കെ വിലസുന്ന ഒരു മണ്ഡലമാണ് ഇത്. മനസ്സിലായോ?
അപ്പൊ ഏത് ചിഹ്നത്തിൽ അവരൊക്കെ മത്സരിക്കുന്നത്? കുജൻ ബക്കറ്റ് ചിഹ്നത്തില്, ആ. ബുധൻ ബ്രഷ് ചിഹ്നത്തില്, ആ. ഈ സൂര്യൻ മറ്റേ തേങ്ങാ ചിഹ്നത്തില്. അതേ കൊണ്ടുവന്നുണ്ട് എന്തോ തേങ്ങ. ദൈവമേ. ഭാഗ്യത്തിന് അതെടുത്ത്. ആ, ഈ തേങ്ങ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, അറിയാലോ. അല്ല, ഇത് എന്തിനാണ് തേങ്ങ? ഇത് മറ്റേ കണവക്കറി വയ്ക്കാൻ, കണവക്കറി വെക്കാൻ? ഗണപതിക്ക് വയ്ക്കാൻ. ഗണപതിക്ക് വെച്ചാണല്ലോ നമ്മൾ തുടങ്ങേണ്ടത്. ഗണപതിക്ക് എന്തിനാണ് തേങ്ങ? ഇടോ, നമ്മുടെ ഈ വിഘ്നങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഗണപതിക്ക് തേങ്ങ വയ്ക്കും. വെക്കണം. എന്നാ പിന്നെ ഇതും താങ്ങി പിടിച്ചോണ്ട് ഞാൻ എന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? എന്റെ വീട്ടില് ഗണപതിന്റെ വിഗ്രഹം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് ഞാൻ വെച്ചാ പോലെ. അയ്യോ, അങ്ങനെ നിങ്ങൾ വെച്ചാൽ ശരിയാവില്ല. പിന്നെ ഇത് ഞങ്ങളെ അറിയാവുന്നവർ തന്നെ വെക്കണം. ജ്യോത്സ്യന്മാര് ശാസ്ത്രവിധി പ്രകാരം മാത്രമേ വെക്കാവൂ. മനസ്സിലായില്ലേ? മൊത്തം വെപ്പാണ്. അപ്പൊ വെപ്പാണ്. നോക്കാം അല്ലേ? ഓ, ഗജാനനം ഭൂതഗണാതി സേവിതം കപുതോമാസുതം സുഖവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കേട്ടാ, 4 കറക്കം കറങ്ങിയാ തന്നത്. 12 കറക്കം കറങ്ങി. അപ്പൊ ഞാൻ തന്നെ ജയിച്ചു. ഇത് എന്റെ ഏറ്റവും വലിയ വിചാരം എന്തായിരുന്നു അറിയാം? ഞാനാണ് ഏറ്റവും വലിയ തോൽവി. പക്ഷെ എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി. അത് എവിടെ പോലും ഞാൻ അങ്ങനെയാ 1ാം സ്ഥാനം കിട്ടിയിട്ട് വരുള്ളൂ. ആ തേങ്ങ ഇങ്ങോട്ട്. ഈ തേങ്ങ ഗണപതിക്ക് വെക്കാനുള്ളതാ. ഇനി നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടോ? നാരങ്ങ കൊണ്ടുവന്നു. എടുക്കും. പക്ഷെ ഉപ്പും സോഡയും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഇത് സരസ്വതിക്ക് വെക്കാനുള്ള നാരങ്ങയാണ്. മനസ്സിലായ? ഉപ്പു സോഡ കുടിക്കാനുള്ള ഉപ്പ് സോഡ കുടിക്കാനുള്ളതല്ല. അതിന് ഒരു 100 രൂപ ദക്ഷിണ എടു. അതെന്തിനാണ്? അല്ല, ഇവർക്ക് 2 മാത്രം മതി, എനിക്ക് വല്ലതും വേണ്ട. ദക്ഷിണ അവസാനം തരുള്ളൂ. തരുമല്ല, അവസാനം തരും. തന്നിട്ടല്ലേ പോകും. തന്നിട്ടേ പോവും. ഇങ്ങനെ എല്ലാരും തന്നിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓം ഘോര ഘോര പ്രജ പ്രജ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉച്ചയ്ക്ക് 2:30 ഏഷ്യാനെറ്റ് പ്ലസ്. എന്തോ പ്രജ മോഹൻലാലിന്റെ സിനിമ. ഈയിടെ ഞാൻ മന്ത്രം ചൊല്ലിയതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ മന്ത്രങ്ങളുണ്ട്. തന്റെ പ്രശ്നങ്ങൾ മാറണോ? മാറണം. മാറാൻ വേണ്ടി ഞാൻ എന്റെ പ്രതിവിധി നോക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇവിടെ കുജന് കുറച്ചിരിക്കട്ട്, ഇവിടെ കുറച്ച് ബുധന്, കുറച്ച് സൂര്യന്. ഇയാൾക്കും കൂടെ കൊടുക്കി കുറെ എന്നാൽ തനിക്കും കൂടെ ഇരിക്കട്ടെ, വെറുതെ ഇരിക്കല്ലേ, തിന്നോണ്ടിരി. അപ്പോഴേ ഈ പ്രശ്നങ്ങൾ മാറാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. നമുക്ക് നല്ല ചുമയുണ്ടല്ലോ. കുറച്ച് ദിവസമായി. എല്ലാം മാറും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം മാറും. ഞാനേ ഒരു യന്ത്രം ജപിച്ച് തരട്ടെ. അരേക്കെട്ട ഈ 10-60 വയസ്സായി ഞാൻ ഈ യന്ത്രം അരേ കെട്ടി നടക്കുകയാണ്. ഞാൻ എന്താ ഗബ്ബർ സിംഗോ? ഇവിടെ താൻ ഈ യന്ത്രം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? യന്ത്രം എന്ന് വെച്ച മെഷീനാണെന്ന് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ? മെഷീനാ? ഇവിടെ മെഷീൻ അല്ല. ഈ യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഉരുക്കഴിച്ച് നമ്മൾ കെട്ടുന്ന ഒരു സാധനമാണ്. അത് അരേ കെട്ടാനായിട്ട് ഞാൻ തരാന്നാ പറഞ്ഞേ. മനസ്സിലായ? എന്ന് വെച്ചാ മറ്റേ ഹൈലേസ് ഇല്ലേ? അത് ഹൈലേസ്. അതിലെന്താ പറയണേ? അത് കുഴപ്പമില്ല. അത് ഞാൻ വേണമെങ്കിൽ ജപിച്ചോർന്ന് തരാം അരേ കെട്ടാനായിട്ട്. അത് കുഴപ്പമില്ല. ബാക്കി വലിയ യന്ത്രം തരുന്നത് ഉള്ള യന്ത്രം തന്നെ കേടായി കിടക്കുക. അപ്പൊ ഈ യന്ത്രം കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശ പ്രശ്നങ്ങൾ മാറും. എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കറണ്ട് ബില്ല് എല്ലാം കൂടെ ചേർത്ത് വാട്ടർ ബില്ല് ഒരു 3000 രൂപയുടെ ഒരു പൂജ ചെയ്താൽ സംഗതി ഓക്കെ. എത്ര പൈസ വേണം തരാം. പക്ഷെ എന്റെ മെയിൻ പ്രശ്നം മാറ്റി തന്നേ പറ്റൂ. തന്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ആദ്യം പറ. പറഞ്ഞാലേ ഇവിടെ ആരും ഇല്ലല്ലോ. അടുത്തേക്ക് അങ്ങോട്ട് കേക്കണം. അയ്യോ, ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ഇല്ല, അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് വന്നത്. 2 ദിവസമായിട്ടേ എനിക്ക് മാറാത്ത തുമ്മല്, ചുമ, കടുത്ത പനി. നല്ല പനിയുണ്ടോ? അതെ, മങ്കി പോക്സ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്റെ കയ്യിലാണ് ഇങ്ങനെ കുത്തുകുത്തൊക്കെ ഉണ്ട്. കണ്ട മങ്കി പോക്സ് വെച്ചോണ്ടാണാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. വല്ല ഡോക്ടർമാരെടുത്തും പോയിക്കൂടെ? ഡോക്ടറെ കണ്ടു, എന്നിട്ട് പക്ഷെ എനിക്ക് വിശ്വാസമായില്ല. അതുകൊണ്ട് ജോൾസിന് എങ്ങനെയും കബഡി നിർത്തി അതൊന്ന് കണ്ടുപിടിച്ച് തരണം.